പൈശാചിക അരൂപികൾ എന്ന് പറയുന്നത് വ്യക്തികളാണ്. 5 സവിശേഷതകൾ ഈ പൈശാചിക അരൂപിയെ കുറിച്ച് പാപ്പ അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് 5 കാര്യങ്ങൾ ഇതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 92ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സെഷനിൽ നമ്മൾ കർത്തൃ പ്രാർത്ഥനയിലെ 7ാമത്തെ അവസാനത്തെ യാചനയിലേക്ക് കടക്കുകയാണ്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. വാസ്തവത്തിൽ ഈ ഒരു യാചന 2 വേർഡിങ്ങിൽ നമുക്ക് മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ ചെല്ലുമ്പോൾ 2ാമത്തെ ഭാഗത്ത് 2 വേർഡിങ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്, അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. അതിന്റെ ബാക്കി നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള വേർഡിങ് 2ാമത്തെ ഭാഗത്ത്. അതാണ് നമ്മൾ കുർബാന ക്രമത്തിലും യാമപ്രാർത്ഥനയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൊല്ലി വരുമ്പോൾ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാണ് അതിന്റെ അവസാനത്തേക്ക് വരുമ്പം 7ാമത്തെ യാചന വരിക. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? തിന്മയെന്ന് പറയുമ്പോൾ കുറെ കൂടെ വ്യാപകമായ അർത്ഥത്തില് സകല തിന്മയുടെ അനുഭവങ്ങളെയും ഞെരുക്കങ്ങളെയും തകർച്ചകളെയും എല്ലാം സൂചിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു കോമൺ വാക്കാണ് തിന്മ. അതേസമയം ദുഷ്ടാരൂപി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ ഒരു പുസ്തകം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജീസസ് ഓഫ് നാസറത്ത്. ഈ പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ വിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നുണ്ട്, ഡെലിവറസ് ഫ്രം ഈവിൾ എന്ന് പറയുന്നിടത്ത് ചെറിയക്ഷരം ഈ വെച്ചുകൊണ്ട് ഈവിൾ ആണ് പലപ്പോഴും ഉപയോഗിച്ചു പോകുന്നത് ഇന്ന്. എന്നാൽ വാസ്തവത്തിൽ ചെറിയക്ഷരം ഈ അല്ല അവിടെ വേണ്ടത്. വലിയക്ഷരം ഈ വെച്ച് ദി ഈവിൾ വൺ, ഓയും ക്യാപിറ്റൽ വെച്ച് വലിയക്ഷരം വെച്ച് ONE, ദുഷ്ടൻ, ദുഷ്ടാരു, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണത്. യഥാർത്ഥത്തിൽ ഈശോ ഉദ്ദേശിക്കുന്ന അതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് 2018 മാർച്ച് 19 നൽകിയ ഒരു അപ്പസ്തോലിക ഉദ്ബോധനമുണ്ടല്ലോ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഇതിന്റെ അവസാന അധ്യായം 5ാമത്തെ അധ്യായത്തിൽ ആത്മീയ പോരാട്ടത്തെ കുറിച്ച് പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്ത് 160ാമത്തെ നമ്പറില് ഇങ്ങനെ പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചപ്പോൾ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് അത് ഉപസംഹരിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെട്ടു. തിന്മ എന്ന വാക്ക് അമൂർത്തമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ കൃത്യമായൊരു പരിഭാഷ ദുഷ്ടാരൂപി എന്നായിരിക്കും. പാപ്പ തുടരുകയാണ്, നമ്മെ ആക്രമിക്കുന്ന വ്യക്തിപരമായൊരു അസ്തിത്വത്തെ അത് സൂചിപ്പിക്കുന്നു. അവനിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദിവസവും അപേക്ഷിക്കാൻ ഈശോ നമ്മെ പഠിപ്പിച്ചു. അവന്റെ ശക്തി നമ്മുടെ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ബെനഡിക്റ്റ് പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പായും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം, മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ പാപ്പന്മാർ ഉദ്ധരിക്കുന്നത് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം നൽകപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. ഈ പുസ്തകത്തിൽ മതബോധന ഗ്രന്ഥത്തിൽ 2850 മുതലുള്ള ഖണ്ഡികളിലാണ്. എന്നാൽ ദുഷ്ടനും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള 7ാമത്തെ യാചനയെക്കുറിച്ചുള്ള വ്യാഖ്യാനം നമ്മൾ കാണുക. അവിടെ 2851 നമ്പറിൽ ഈ യാചനയിൽ തിന്മയൊരു അമൂർത്ത അവതരണമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു അമൂർത്ത അവതരണമല്ല, മറിച്ച് വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തിയാണ് സാത്താൻ, വ്യക്തികളാണ് പൈശാചിക അരൂപികൾ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് മാർപ്പാപ്പന്മാരുടെയും സഭയുടെ പ്രബോധനത്തിന്റെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വചന വെളിപ്പെടുത്തൽ തന്നെയാണ്. ഈശോ സാത്താനിക സാന്നിധ്യമുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപികളെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി വ്യക്തികളായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈശോ അവയുടെ പേര് ചോദിക്കുന്ന നമുക്ക് നിന്റെ പേരെന്താണ്? ഈശോ അവയോട് ശബ്ദിക്കരുത്, സംസാരിക്കുന്ന പറഞ്ഞ് താക്കീത് കൊടുക്കുന്നു. ഈശോ അവയോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള പരാമർശനങ്ങളില് ഈശോ അവയെ വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധ
വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ ഈശോ പൈശാച അരികളെ വ്യക്തികളായിട്ട് തന്നെ കണ്ടാണ് കൈകാര്യം ചെയ്തത് നമുക്ക് വ്യക്തമായിട്ട് സൂചന കിട്ടുന്നുണ്ട്. മാത്രമല്ല പിശാചുക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവയെ വ്യക്തികളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അശുദ്ധാത്മാ ബാധിച്ച ഒരുവൻ ഖഫർനഹൂമിലെ സിനഗോഗിലെ സാബത്ത് ദിവസം മർക്കോസ് 1 വായിക്കുമ്പോൾ ആ അശുദ്ധാരി പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പൊ അങ്ങനെ അറിവുള്ളവനാണ് പിശാച് എന്ന് കാണുകയാണ്. സ്കേബയുടെ പുത്രന്മാര് പിശാചുള്ള വ്യക്തിയിൽ നിന്നും അതിനെ ഇറക്കി വിടാൻ നോക്കുമ്പോൾ യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുന്നു. അപ്പൊ അറിയാം യേശുവിനെ, പൗലോസിനെ അവയ്ക്ക്. മാത്രമല്ല സ്കേബയുടെ പുത്രന്മാർ അധികാരം ഇല്ലാത്തവരാണെന്നും അറിയാം. അത് സംസാരിക്കുന്നു, ചോദിക്കുന്നു. ഇത് മാത്രമല്ല ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു. അവർ പേടിച്ചോടി പോകാനിട വരുന്നു. അങ്ങനെ പൈശാചിക അരൂപികള് വ്യക്തികളെ കടുത്ത രീതിയിൽ സ്വന്തമായ ചിന്ത, പ്ലാന്, പദ്ധതി, അറിവ്, വരാൻ സാധിക്കുന്നു, പോകാൻ പറ്റുന്നു. വിത്ത് വിതയ്ക്കുമ്പോൾ പിശാചു വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു ഹൃദയത്തിൽ നിന്നും. അത് ഗ്രഹിക്കുന്നില്ലാത്ത വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വചനത്തിന്റെ വിത്തീശ പറയുന്നില്ലേ, വരുന്നു പോകുന്നു. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ പിശാചുക്കൾ എപ്പോഴും വ്യക്തികളായിട്ട് തന്നെയാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രസക്തി? വ്യക്തിക്ക് സ്വന്തമായിട്ട് ഇപ്പം സൂചിപ്പിച്ച പോലെ ചിന്തിക്കാം, ആഗ്രഹിക്കാം, സംസാരിക്കാം, പ്ലാൻ ചെയ്യാം, പ്രവർത്തിക്കാം, വരാം, പോകാം, നോക്കാം, കാണാം, ഇതെല്ലാം സാധിക്കും. അങ്ങനെയുള്ള പൈശാചിക അരുവികളാണ് നമ്മുടെ ശത്രുക്കൾ എന്നുള്ള അവബോധം നമുക്ക് ഉണ്ടാവണം എന്നാണ് നമ്മൾ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഈ ആചരണയുടെ വേർഡിങ്. തിന്മ എന്നുള്ളതല്ല, ദുഷ്ടാരൂപി എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചൈതന്യം കാണിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പയും 1972 നവംബർ മാസം 15 നൽകിയതായ ഡെലിവർ അസ് ഫ്രം ഈബിൾ എന്ന പേരുള്ള പ്രബോധനത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൈശാചിക അരൂപികൾ എന്ന് പറയുന്നത് വ്യക്തികളാണ്. 5 സവിശേഷതകൾ ഈ പൈശാചിക അരൂപിയെ കുറിച്ച് പാപ്പ അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് 5 കാര്യങ്ങൾ ഇതാണ്. 1, പിശാച് വഴി തെറ്റിയവനാണ്. 2, അവൻ വഴി തെറ്റിക്കുന്നവനാണ്. 3, ജീവനുള്ളവനാണ്. 4, അരൂപിയാണ്. 5, വ്യക്തിയാണ്. വഴിതെറ്റിക്കുന്ന ജീവനുള്ള അരൂപി സ്പിരിറ്റായ വ്യക്തിയാണ് എന്ന് എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈ ഒരു യാചന ഉപയോഗിക്കുമ്പം തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പൊതുവായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഈശോയുടെ തിരുമനസ്. മറിച്ച് പൈശാചിക അരൂപി വ്യക്തികളായ തിന്മയുടെ അരൂപികൾ എന്നുള്ള സംരക്ഷണത്തിന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ തന്നെ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള വേർഡിങ്ങിലേക്ക് പോകാതെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഉപയോഗിക്കുന്നതായ വേർഡിങ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ബോധ്യമെടുക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥന കരുത്ത് നമുക്ക് അനുഭവമായിട്ട് തീരുക. മതബോധന ഗ്രന്ഥത്തിന്റെ 2854 ഖണ്ഡികയിൽ ലത്തീൻ കുർബാനക്രമത്തിൽ ഉപയോഗിക്കുന്നതായ എംബോളിസം എന്ന പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: കർത്താവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ സഹായത്തെ ഞങ്ങൾ എന്നേക്കും പാപത്തിൽ നിന്ന് മോചിതരും എല്ലാ അസ്വസ്ഥകളിൽ നിന്ന് സുരക്ഷിതരുമായി തീരട്ടെ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എംബോളിസം. ഇത് ലത്തീൻക്രമത്തിലും നമ്മുടെ കത്തോലിക്കാ സഭയുടെ പ്രധാനപ്പെട്ട ലത്തീൻക്രമത്തിലെല്ലാം ഉള്ള പ്രാർത്ഥനയാണ്. സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിലും ഈ എംബോളിസം പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന വരുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പുള്ള സ്വർഗസ്വനായ പിതാവ് ചൊല്ലിക്കഴിയുമ്പോഴാണ്. അവിടെ കാർമ്മികൻ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാനത്തെ 7ാമത്തെ യാചനയെ വിപുലീകരിച്ചുകൊണ്ട് എംബെല്ലിഷ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് എംബോളിസം എന്നുള്ള ആ ഒരു പദം ലിറ്ററിക്കൽ തിയോളജിയിൽ ഉപയോഗിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് അത് വിപുലീകരിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ് സീറോ മലബാർ ക്രമത്തിൽ: കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോൾ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവയുടെ അവസാന ഭാഗത്തുള്ള ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള യാചനയെ വിപുലീകരിച്ചുകൊണ്ട് കാർമിക ചെല്ലുമ്പോൾ ദുഷ്ടാരൂപി ഒറ്റയ്ക്കല്ല നമ്മളെ ആക്രമിക്കുന്നത്, അവന്റെ സൈന്യവും കൂടിയുണ്ട് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തിന്മ എന്നുള്ള വാക്ക്, അല്ല ചെറിയക്ഷരം ഈ വെച്ചുള്ള വാക്ക് ഈ പ്രാർത്ഥനയ്ക്കകത്ത് മലയാളത്തിലും മറ്റു ഭാഷയിലും കയറി വന്നിരിക്കുന്നത്? അതിന്റെ പുറകിലുള്ള കാരണം ചിന്തിക്കുമ്പോൾ പിശാച്, സാത്താൻ എന്നിങ്ങനെയുള്ള അരൂപികളുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത, മനസ്സില്ലാത്ത, അല്ല അതിനുള്ള പ്രകാശം, വചനത്തിന്റെ വ്യക്തത കിട്ടിയിട്ടില്ലാത്ത തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാർ കുറേ പേരുണ്ട്. അവര് ഈ ഒരു ആശയത്തെ ഇങ്ങനെ വെള്ളം ചേർത്ത് അവതരിപ്പിക്കാനായിട്ട് നോക്കുന്നതിൻ്റെ ഫലമായിട്ടും കൂടിയാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഒരു വാക്കുമാറ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭയുടെ മതബോധ ഗ്രന്ഥത്തിലും പോളാറാം പാപ്പ, ബെനഡിക്ട് 16 പാപ്പ ഇവരെല്ലാവരും എടുത്തു പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഇതൊരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്, വെറുതെ ഒരു തിന്മയെക്കുറിച്ചുള്ള ആശയം അല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ സൂചിപ്പിച്ചതായ ആനന്ദ് ചാക്ലാദിക്കുവിൻ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടം പിശാച് എന്ന് പറയുന്ന ശത്രുവിന്റെ പോരാട്ടമാണ്. അത് വെറുതെ നമ്മളുടെ എന്തെങ്കിലും ദുരാശകളോ ലോകത്തിന്റെ പ്രശ്നങ്ങളോ ഇതൊരു പോരാട്ടമല്ല. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിന്റെ 6-ാം അധ്യായം പറയുന്ന 10-11 വാക്കുകൾ പറയുന്ന ആത്മീയ സമരം, അത് നമുക്കറിയാം ശരീരത്തിന്റെ രക്തത്തിന് നേരല്ല, ശക്തികൾക്ക്, പ്രഭുത്വങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക്, അതെല്ലാം മാലാഖമാരുടെ റാങ്കുകളാണ്, നിരകളെ കുറിച്ചാണ്. അവയുടെ ഫോളൻ ഏഞ്ചൽസ്, മലാഖമാരിൽ നിന്ന് പിഴച്ച പിശാചുക്കൾക്കിടയിൽ ആ റാങ്കിങ്ങുകളുണ്ട്. ആ വ്യക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഈ ഒരു വ്യക്തത നമുക്ക് ആവശ്യമാണ്. അപ്പൊ 7-ാമത്തെ യാചന ഈശോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ഈ ഒരു അർത്ഥം ഉള്ളിലെടുത്തുകൊണ്ട് ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ, സഹവാസ, സഹായ, സംരക്ഷണവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.